ഇതിനൊരു പരിഹാരം കേരളത്തിൽ ഇപ്പോൾ ഉണ്ടായി. നമ്മുടെ മലപ്പുറത്ത് മൂർക്കനാട് ഒരു പാൽപ്പൊടി ഫാക്ടറി സ്ഥാപിതമായി. ഒന്നും രണ്ടുമല്ല 131 കോടി രൂപ ചെലവഴിച്ചുകൊണ്ടാണ് ആ പാൽപ്പൊടി ഫാക്ടറി ഇപ്പോൾ പണി തീർന്നത്. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി അത് ഉദ്ഘാടനം ചെയ്യുവാൻ തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ നമുക്കറിയാം, ഇപ്പോൾ ഈ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് വരുന്ന ഒരുപാട് ഉദ്ഘാടനങ്ങൾ നമ്മുടെ കേരളത്തിൽ കിടക്കുകയാണ്. എല്ലാം ഇപ്പോൾ ഓൺലൈനിലൂടെ. ഇന്ന് തന്നെ മുഖ്യമന്ത്രി 2-3 പോലീസ് സ്റ്റേഷനുകൾ കേരളത്തിലെ മുഴുവൻ ഇന്ന് ഉദ്ഘാടനം ചെയ്യുകയാണ്. ആരോഗ്യവകുപ്പിൻ്റെ കേന്ദ്രങ്ങളെല്ലാം ഇന്ന് ഓൺലൈനിലൂടെ ഉദ്ഘാടനം ചെയ്യുകയാണ്. അപ്പൊ എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ, കുന്നമംഗലം, വടകര, മഞ്ചേരി, മേപ്പാടി, തിരൂർ, പെരിന്തൽമണ്ണ ആൻഡ് UAE. ഇങ്ങനെയുള്ള വ്യത്യസ്തങ്ങളായിട്ടുള്ള പട്ടയം വരാൻ പോകുകയാണ്. ഇതെല്ലാം സംസ്ഥാനതല ഉദ്ഘാടനം നമ്മുടെ മുഖ്യമന്ത്രിയെ സമയമില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് കഴിയുന്നുടനെ മൂർക്കനാട് പാൽപ്പൊടി ഫാക്ടറി ഉദ്ഘാടനം ചെയ്യാൻ പോവുകയാണ്. അത് ഉദ്ഘാടനം ചെയ്യുമ്പോൾ കേരളത്തിൽ ഒരു തുള്ളി പാല് പോലും പുറത്ത് കളയേണ്ട. ആ പാല് മുഴുവൻ, അധികം വരുന്ന മുഴുവൻ നമുക്ക് പൊടിയാക്കി മാറ്റാം. മിൽമ എത്രയോ ഇത് അവരുടെ ഉൽപ്പന്നങ്ങൾ ഇപ്പോൾ കയറ്റുമതി ചെയ്യുവാൻ തുടങ്ങി. അതിപ്പോൾ എല്ലാ മേഖലയിലും വ്യത്യസ്തങ്ങളായിട്ടുള്ള പദ്ധതികൾ. ഇപ്പോൾ ഏറ്റവും അവസാനം അമുൽ മാതൃകയിൽ പുതിയ, എനിക്ക് തോന്നുന്നു, ചോക്ലേറ്റ് നമ്മളിപ്പോൾ ഇറക്കി. തോന്നുകയല്ല, അതിൻ്റെ ഉദ്ഘാടനം ഞാൻ തന്നെയാണ് ചെയ്തത്. ആ ചോക്ലേറ്റ് വളരെ രുചികരമാണ്. കോടികളാണ് എനിക്ക് തോന്നുന്നു ഓരോ മാസവും അവർക്ക് ചോക്ലേറ്റിലൂടെ മാത്രം കിട്ടുന്നത്. അപ്പോൾ ആ തരത്തിൽ വളരെ ഉയർന്ന നിലവാരത്തിലേക്ക് എത്ര പാല് കിട്ടിയാലും അത് ഉൽപ്പന്നങ്ങളാക്കി മാറ്റുവാൻ, അത് വിദേശങ്ങളിലേക്ക് വിടുവാനും ഒക്കെ നമുക്ക് കഴിയും. അതുകൊണ്ടാണ് പാലിന് ഇങ്ങനെ ഷോർട്ടേജ് ഉണ്ടാകുന്നത്. എന്നാൽ നമ്മുടെ സ്കൂൾ കുട്ടികൾക്ക് കൊടുക്കുവാൻ മിൽമയുടെ പാലാണ് കൊടുക്കുന്നത്. ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും നല്ല പാല് ഏതാണ് എന്നൊരു സർവേ മൃഗസംരക്ഷണ ക്ഷീരവികസന വകുപ്പ് നടത്തിയപ്പോൾ ആ സർവേയിൽ കണ്ടെത്തിയത് കേരളത്തിൽ ഏറ്റവും നല്ല പാല് നമ്മുടെ മലബാർ മേഖലയിലെ പാലാണ്, മിൽമയാണ് എന്ന് വളരെ അഹങ്കാരത്തോടുകൂടി നമുക്ക് പറയുവാൻ സാധിക്കുന്ന തരത്തിൽ പത്രമാധ്യമങ്ങളിലൂടെ നമുക്ക് അടിച്ചു വന്നത് നാം കണ്ടു. അപ്പോൾ ഞാൻ 2 ദിവസം മുമ്പ് ആന്ധ്രയിൽ ഇപ്പോൾ ചെന്നപ്പോൾ അവിടെ അവർക്ക് ജോലിക്ക് പോയി വൈകിട്ട് തിരികെ വന്ന് അവർക്ക് പശുവിനെ 6 മണിക്ക് കറന്നെടുക്കുവാനുള്ള സംവിധാനമാണ് ഇന്ന് കേരളത്തിലൊട്ടാകെ ഞങ്ങൾ ഇപ്പോൾ ആലോചിക്കാൻ പോകുന്നത്. പശുവിൻ്റെ അകിട് വീക്കം ഉൾപ്പെടെയുള്ള നിരവധി പ്രശ്നങ്ങൾ നമുക്കറിയാം. പാല് കെട്ടി നിന്ന് 3 മണിക്ക് കറന്ന് ചിലപ്പോൾ 4 മണിക്കൊക്കെ ആയിരിക്കും പിന്നെ കറക്കാൻ പോകും. അദ്ദേഹത്തിനോട് പറഞ്ഞു. അപ്പം അദ്ദേഹം നമ്മളെ കണ്ടത് കൊണ്ട് മാത്രം ചോദിച്ചതാണ്. ആ തരത്തിലേക്ക് ഇന്ന് പുറത്തുനിന്ന് വരുന്ന പാലും നമുക്കൊരു ഉറപ്പുമില്ലാത്ത പാലുകളാണ് എന്നുള്ള യാഥാർത്ഥ്യമാണ്. അതുകൊണ്ടാണ് ഈ പുറത്ത് നിന്ന് മിൽമ കൊണ്ടുവരുന്ന 10% പാല് അത് നമ്മുടെ മലബാർ മേഖലയിൽ വേണ്ട കേട്ടോ. ഇവിടെ ആവശ്യത്തിൽ കൂടുതൽ പാല് നമ്മുടെ ഈ മേഖലയിലുണ്ട്. അതില്ലാത്തത് എറണാകുളം മേഖലയും തിരുവനന്തപുരം മേഖലയും. അവർ കൂടി പാലുൽപാദനം വർദ്ധിപ്പിക്കുവാനുള്ള വലിയ പരിശ്രമമാണ് അവർ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇത്തവണ ഞങ്ങൾ പലിശയില്ലാത്ത ലോൺ കൊടുക്കുവാനുള്ള സംവിധാനത്തിലേക്ക് വരുന്നു. ശ്വേതാകൃഷ്ണയെയും കിഴക്കൻ ക്ഷീരസഹകരണ സംഘത്തിന്റെ പ്രസിഡന്റ്, സെക്രട്ടറി എന്നിവരെയും സ്നേഹപൂർവ്വം വേദിയിലേക്ക് ക്ഷണിക്കുന്നു. സംസ്ഥാന മന്ത്രിയുടെ ചിത്രം വരച്ചുകൊണ്ടാണ് ഈ കാഴ്ചവെച്ച ക്ഷീരസംഘം, മമ്പാട് ക്ഷീരസഹകരണ സംഘം വണ്ടൂർ ബ്ലോക്ക് പ്രതിനിധികളെ സ്നേഹപൂർവ്വം വേദിയിലേക്ക് ഏറ്റുവാങ്ങുന്നതിന് ക്ഷണിക്കുന്നു. ഉപഹാരം നൽകുന്നു MLA PV അൻവർ അവർക്ക് 4.65 ഫാറ്റ് 8.49 SNF എന്ന ക്വാളിറ്റിയോടുകൂടി ക്ഷീരകർഷകരെ അന്ന് എല്ലാ വീട്ടിലും പശുക്കളുണ്ടായിരുന്നു. പിന്നെ കുറെ കഴിഞ്ഞപ്പോൾ കാലി തൊഴുത്തുകൾ കന്നുമുട്ടുന്നതിനുള്ള കാളകള്, തൊഴുത്തിന്റെ മുകളിൽ കരി, കലപ്പ ഇത്യാദി സാധനങ്ങളൊക്കെ നമ്മളൊരു 10-30 വർഷം 35 വർഷം മുമ്പ് ഉള്ള ആളുകൾക്ക്, ഒരു 35 വയസ്സ്, 50 വയസ്സ്, 60, 70, 80 വയസ്സുള്ള ആണെങ്കിൽ പിന്നെ പാലെന്ന് പറയുന്നത് നെല്ല് പോലെ, നാളികേരം പോലെ ഒരു കച്ചവട സാധനമായി സംരക്ഷിക്കുവാനും അത് പ്രോസസ്സ് ചെയ്യുവാനും വിതരണം ചെയ്യാനുള്ള സംവിധാനം നമ്മുടെ മേഖലയിൽ ആരംഭിച്ചു. അതുവരെ പാലെന്ന് പറയുന്നത് അടുത്ത വീടുകളിൽ കൊടുക്കുന്ന, അതിനൊരു മാറ്റം ഉണ്ടാവും. അത് മാത്രമല്ല, പ്രയോജനത്തിന്റെ കൂടുതൽ ശ്രീമതി എലിയമ്മ, ശ്രീ PU അബ്ദുൽ, ശ്രീ അഷ്റഫ് കോക്കൂർ,
പ്രസിഡന്റ് കോക്കോ ക്ഷീരസംഘം ശ്രീ വാസുദേവൻ എം, പ്രസിഡന്റ് എം. ശ്രീ റെജി കണ്ടത്തിലാവുകളെ ഏറെ സ്നേഹത്തോടുകൂടി സ്വാഗതം ചെയ്യുന്നു. പ്രസിഡന്റ് മമ്പാട് ക്ഷീരസംഘം ശ്രീ അപ്പച്ചൻ തേക്കുന്തോട്ടം, പ്രസിഡന്റ് അടയ്ക്കാക്കുണ്ട് വിഹിതവും കൂടാകുമ്പോൾ 1 കോടിയുടെ പദ്ധതിയാണ് നടക്കുന്നത്. സംവിധാനങ്ങൾ ക്ഷീരഗ്രാമം വേണ്ടി 50 പഞ്ചായത്തുകൾ ഞങ്ങൾ മേഖലയിൽ അതുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന മുഴുവൻ ആളുകളുടെയും ഒരു ജില്ലാ സമ്മേളനമാണ് ഇവിടെ നടക്കുന്നത്. ഈ 3 ദിവസം നീണ്ടു നിൽക്കുന്ന ഈ സമ്മേളനത്തിൽ നിങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ, എങ്ങനെ ഈ വ്യവസായം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും തുടങ്ങിയിട്ടുള്ള ഒട്ടനവധി കാര്യങ്ങൾ ഇവിടെ ചർച്ച ചെയ്യപ്പെടുകയാണ്. കേരളത്തെ സംബന്ധിച്ച് 2016 ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് അധികാരത്തിൽ വന്നപ്പോൾ ഏറ്റവും ശക്തമായി ഇടപെടണമെന്ന് തീരുമാനിച്ച ഒരു മേഖലയാണ് ക്ഷീരകർഷകരുടെ വിഷയം. അതിൻ്റെ അനുഭവസ്ഥരാണ് ഈ ഇരിക്കുന്ന നിങ്ങളിൽ മഹാഭൂരിപക്ഷം. പവൻ ഗോൾഡ് തിരൂർ. വിലക്കുറവിന്റെ വിപ്ലവം ഇപ്പോൾ KK ജംഗ്ഷൻ പൊന്നാനിയിലും. 200 രൂപയുടെ ലാഭമേള. 5 രൂപ മുതൽ തുടങ്ങുന്ന മറ്റു വിലയിലുള്ള ഉൽപ്പന്നങ്ങളും. ന്യൂ ബോൺ, കിഡ്സ് വെയർ, ലേഡീസ് വെയർ, ജെന്റ്സ് വെയർ, റെഡിമെയ്ഡ് ഐറ്റംസുകളുടെ വലിയ കളക്ഷനുകൾ, പ്ലാസ്റ്റിക് ഐറ്റംസുകൾ, ഫ്ലോർ മാറ്റ്, വിവിധ ഡിസൈനിലുള്ള കർട്ടൻ, ഫോട്ടോ ഫ്രെയിം, സ്റ്റീൽ ആൻഡ് അലുമിനിയം പാത്രങ്ങൾ, ചൈനീസ് ഹൗസ് ഹോൾഡ് ഐറ്റംസുകൾ, ടെക്സ്റ്റൈൽസ്, ക്രോക്കറി തുടങ്ങിയ ഒരു വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ ഉൽപ്പന്നങ്ങളും ഒരു കുടക്കീഴിൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. കൂടാതെ ഓരോ 500 രൂപയുടെ പർച്ചേസിനൊപ്പം സ്വന്തമാക്കൂ സമ്മാന കൂപ്പൺ. കൂപ്പൺ മെഗാ നറുക്കെടുപ്പിലൂടെ സ്വന്തമാക്കൂ ഗോൾഡ് കോയിൻ. വിശാലമായ പാർക്കിംഗ് ഏരിയ. 200 രൂപയുടെ ലാഭമേള. KK ജംഗ്ഷൻ, എടപ്പാൾ റോഡ്, പൊന്നാനി.